നമസ്കാരം. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചുങ്ക ജ്വല്ലറി ലേഡീസ് അവറിന്റെ ഒരു പുതുമയാർന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 17 നമ്മൾ കടന്നുപോയ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ജനുവരി 15 ഇന്ത്യൻ ആർമി ദിനമായിരുന്നു. അപ്പോൾ എന്താണ് ആർമി ദിനം എന്നാലോചിക്കുമ്പോൾ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യ കൈമാറ്റം കൂടിയായിരുന്നു ആർമി ദിനം എന്ന് പറയേണ്ടി വരും. ഇന്ത്യയുടെ ഒരു എന്താണ് അതോറിറ്റിയുടെ കൈമാറ്റം. അതെ, തീർച്ചയായിട്ടും. കാരണം അന്ന് വരെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും ബ്രിട്ടീഷ് ജനറൽ ആയിരുന്നു അന്ന് ഇൻചാർജ്, ആർമി ജനറൽ ഇൻചാർജ് എന്ന് പറയുന്നത്. അത് സർ റോബർട്ട് ലോക്ക്ഹാർട്ട് ആയിരുന്നു. അതിനുശേഷം 1949 മാത്രമാണ് ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ ജനറൽ ആർമി ചീഫ് ആയിട്ട് ചുമതലയേൽക്കുന്നത്, ഏറ്റെടുക്കുന്നത്. അപ്പൊ ഈ ഒരു ദിവസമായിരുന്നു ജനുവരി 15 എന്നുള്ളത്. അപ്പൊ ഇന്ത്യൻ സേന ഇന്ത്യക്കാരുടേത് മാത്രമായി തീരുന്ന ഒരു ദിവസമായിരുന്നു ജനുവരി 15. കൊടന്തേര എം കരിയപ്പ എന്ന് പറയുന്ന വ്യക്തി ആദ്യമായി ഇന്ത്യയുടെ ആർമിയുടെ ലഫ്റ്റനന്റ് ജനറലായി സ്ഥാനം ഏറ്റെടുത്ത്, അതായത് ബ്രിട്ടീഷ് എംപയറിൽ നിന്ന് അല്ലെങ്കിൽ ബ്രിട്ടീഷിന്റെ ആ ഒരു സ്വാധീനത്തിൽ നിന്ന് അവസാനത്തെ ലഫ്റ്റനന്റ് ജനറലായ ഫ്രാൻസിസ് ബുച്ചർ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനിൽ നിന്നും കരിയപ്പ എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ആ ഒരു ആർമിയുടെ പൂർണ്ണമായ ഭരണം ഏറ്റെടുത്ത ദിവസമാണ് ജനുവരി 15. അതുകൊണ്ടാണ് അന്നേ ദിവസം ആർമി ദിനമായി ആചരിക്കുന്നത്. ഇപ്പോൾ ഭാരതീയർ, നമ്മളെപ്പോഴും പറയും ഭാരതം എന്ന് കേട്ടാൽ തിളയ്ക്കണം, അഭിമാനപൂരിതമാകണം അന്തരംഗമെന്ന്. അപ്പോൾ അത്തരത്തിൽ പറയുന്ന പോലെ ഇപ്പോൾ ഇന്ത്യക്ക് കിട്ടിയ ഒരു തരത്തിലുള്ള അധികാര കൈമാറ്റം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് തിരിച്ച് അധികാരം നൽകിയ ഒരു ദിവസം കൂടിയായിരുന്നു ജനുവരി 15. അതെ, ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിട്ടു പോകുമ്പോഴും അവരുടെ മേധാവികളെ എല്ലായിടത്തും അപ്പോയിന്റ് ചെയ്തിട്ട് തന്നെയായിരുന്നു വിട്ടുപോയിരുന്നത്. അത് ഇന്ത്യക്കാരുടെ ഒരു ഭരണ പ്രാവീണ്യത്തിൽ വിശ്വാസമില്ലായ്മയോ അതോ ഒരു കൺട്രോൾ ഇപ്പോഴും ഇരിക്കട്ടെ എന്നുള്ള രീതിക്കാണോ, എന്തോ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിരുന്നു അത്. എന്നാൽ ഇല്ല, നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്തോളാം എന്നുള്ള ഒരു നീക്കമായിരുന്നു ഈ ഒരു ആർമി ദിനം, കരസേനാ ദിനത്തിലൂടെ നമ്മൾ ഓർക്കുന്നത്. അപ്പോൾ ശരിക്കും കരസേനയുടെ പങ്ക് നമ്മൾ സാധാരണ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അത്ര അധികം അറിയുന്നില്ലെങ്കിൽ പോലും നമ്മുടെ സമാധാനപരമായ രാത്രികളും അല്ലെങ്കിൽ ഒരു പ്രത്യേക കലാമിറ്റി, ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ ഉണ്ടാകുന്ന കരസേനയുടെ ഒരു പങ്ക് അല്ല ഇത്തരത്തില് അതിന്റെ ഒരു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താനൊക്കെ ഇവർ നടത്തുന്ന ചില പങ്ക് അല്ലെങ്കിൽ ഇവർ നടത്തുന്ന സ്തുത്യർഹ സേവനം എന്ന് പറയുന്നത് എന്നും അഭിമാനാർഹമായ കാര്യം തന്നെയാണ്. ഇനി ആർമി ദിനത്തിൽ ഈ ഒരു അധികാര കൈമാറ്റത്തിന്റെ ഓർമ്മ ദിവസമാണ് ജനുവരി 15 ഇന്ത്യൻ ആർമി ഡേ എന്ന പേരിൽ ആചരിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ ഇതേ ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു, ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലും പല മേഖലകളിലും സൈനിക പരേഡ് നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ സൈനികരുടെ ക്ഷേമത്തിനും മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ നൽകുന്നതിനുമൊക്കെയായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെയുള്ള ഒരു ആലോചന അല്ലെങ്കിൽ അത്തരം ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുന്ന ഒരു ദിവസം കൂടിയാണ് ആർമി ഡേ എന്ന് പറയുന്നത്. കരസേനാ ദിനത്തിന്റെ അന്ന് കരസേനയുടെ ഒരു പരേഡ് തികച്ചും നമ്മൾക്കെല്ലാം അഭിമാനം തോന്നുന്ന രീതിയിൽ, ശരിക്കും പുളകം തോന്നുന്ന രീതിയിൽ ഉള്ള ഒന്ന് തന്നെയാണ് അത്. ഇപ്പൊ നാവികസേന ദിനമാണെങ്കിലും എയർഫോഴ്സ് ദിനമാണെങ്കിലും നേവി ഡേ ആണെങ്കിലും എല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അഭിമാനം തോന്നും. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ ആർമിയാണ് ഇന്ത്യ. ഏറ്റവും വലിയ ആർമി ചൈന തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഒത്തിരി അധികം പ്രത്യേകതകൾ നമുക്ക് പറയാനുണ്ട്. ന്യൂക്ലിയർ വെപ്പണേജും എല്ലാം നമുക്ക് ഇന്ന് സ്വന്തം. അതുകൊണ്ട് കരസേനാ ദിനത്തിന്റെ അന്ന് ശരിക്കും ഒരു അഭിമാനിയായ ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് കഴിഞ്ഞ ദിവസം പിന്നിട്ട് പോയ ജനുവരി 15. അതെ, ആ ഒരു ദിവസത്തെ നമുക്ക് ഒന്നുകൂടെ ഓർമ്മിക്കാം. അങ്ങനെ അത്തരത്തിലൊരു നല്ല നോട്ടിൽ നമ്മൾ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ആദ്യ സെഗ്മെന്റിന് ശേഷം മടങ്ങി വരാം. എൻ്റെ പേര് അനുജി. ഞാൻ ഒറ്റപ്പാലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് പള്ളുരുത്തി, കൊച്ചിയാണ്. ഇതെൻ്റെ സ്റ്റുഡിയോ ആണ്, ഭക്തി സ്കൂൾ ഓഫ് ഡാൻസ്. ഞാനൊരു 10-25 വർഷമായി ഡാൻസ് പഠിക്കുന്നു. ബേസിക്കലി ഭരതനാട്യവും മോഹിനിയാട്ടവും ആണ് എൻ്റെ ഫോംസ്. അപ്പോൾ എൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു ഒരു ഡാൻസ് സ്കൂള് തുടങ്ങണം എന്നുള്ളത്. എൻ്റെ ആദ്യത്തെ ഗുരു എൻ്റെ അമ്മയാണ്. അമ്മ ഡാൻസറൊന്നുമല്ല, പക്ഷേ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയുടെ പേർക്ക് തുടങ്ങണം എന്നുള്ള രീതിയിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇത് തുടങ്ങിയിട്ടിപ്പോൾ 6 മാസമായിട്ടേ ഉള്ളൂ.
ഇങ്ങനെ പോകുന്നു. നമ്മളിവിടെ ഭരതനാട്യം, ഹിപ്പ് ഹോപ്പ്, പിന്നെ ബോളിവുഡ് പോരാഞ്ഞിട്ട് ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഫിറ്റ്നസ് ആയിട്ടുള്ള സുംബ കൂടെ ചെയ്യുന്നുണ്ട്. ഞാനൊരു സുംബ ഇൻസ്ട്രക്ടർ കൂടെയാണ്. അപ്പോൾ അതാണ് എൻ്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ. എനിക്ക് എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഹസ്ബൻഡ് വിവേക് പ്രസന്നൻ, പുള്ളി IT ബിസിനസ്സാണ്. എനിക്ക് 3 ആൺകുട്ടികളാണുള്ളത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ. നൃത്തരംഗത്തിൽ ഞാൻ പറഞ്ഞ പോലെ അമ്മയാണ് എനിക്ക് ഓൾറെഡി ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അമ്മ കണ്ടുപിടിച്ച് പിന്നീട് എന്നെ 4 വയസ്സിൽ ചേർക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ പ്രൊഫഷണലി ഞാനൊരു കമ്പ്യൂട്ടർ എൻജിനീയറാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കല്യാണം എല്ലാം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടോടുകൂടെ എന്നോട് പറഞ്ഞു എൻ്റെ പാഷൻ എന്താണോ അത് ഫോളോ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാഷൻ ഒരിക്കലും എൻജിനീയറിംഗ് അല്ല, അൺഫോർച്ചുനേറ്റ്ലി. എൻ്റെ പാഷൻ ഡാൻസിങ് ആണ്. അന്നും ഇന്നും എപ്പോഴും അതുതന്നെയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഡാൻസിൻ്റെ രംഗത്തേക്ക് വന്നത്. സൂംബ നമുക്കുള്ളത്, സൂംബ ഇറ്റ്സ് എ ഫിറ്റ്നസ് പ്രോഗ്രാം. അതായത് മൺഡേ ടു ഫ്രൈഡേ ആണ് നമുക്കിവിടെ സൂംബ ക്ലാസ്സസ് ഉള്ളത്. 3 സെഷൻസ് ആയിട്ടാണ് കൊടുക്കുന്നത്. സൂംബയും ഡാൻസും തമ്മിൽ എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡാൻസ് ഇസ് ഡിഫറെൻറ്റ്, ഒരു ആർട്ടാണല്ലോ. അപ്പോൾ ഭരതനാട്യം എന്ന് പറഞ്ഞാൽ, ഭരതനാട്യം നമുക്ക് ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളൂ ക്ലാസ്സസ് ഇവിടെ. സൂംബ വിൽ ബി ദെയർ ലൈക്ക് 5 days a week നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്ത് പോകുന്നു. ഇപ്പോഴത്തേക്കും ഞാൻ തന്നെയാണ് അത് മാനേജ് ചെയ്യുന്നത്. സൂംബ ഈസ് ബേസിക്കലി ഫിറ്റ്നസ് ത്രൂ ഡാൻസ്. അതായത് ഡാൻസിലൂടെ ഫിറ്റ്നസ് എന്നാണ്. കുറേ കൂടെ എയറോബിക് മൂവ്മെൻറ്റ്സും കുറേ കൂടെ ഫിറ്റ്നസ് ഓറിയൻറ്റഡ് മൂവ്മെൻറ്റ്സുമാണ് സൂംബയിലുള്ളത്. എലോങ് വിത്ത് നല്ല പോപ്പ് മ്യൂസിക്കും അതിന് പറ്റിയ പുറത്തത്തെ വെസ്റ്റേൺ സ്റ്റൈൽസും കൂടെ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഇത് ചെയ്യിക്കുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ഇറ്റ്സ് സിമിലർ ടു ഡാൻസ്. പക്ഷേ അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് കൂടുതലും ഫിറ്റ്നസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ചെയ്യുക. ഇൻസ്റ്റെഡ് ഓഫ് നമ്മളിപ്പോൾ ഡാൻസ് ചെയ്യുകയാണെങ്കിൽ സമയത്ത്, അല്ലെങ്കിൽ ഒരു ഹിപ്പ് ഹോപ്പ്, നോർമലി ഒരു ഹിപ്പ് ഹോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഒരു ഗ്രേസും ഒരു സ്വാഗിലും ഒക്കെ ആയിരിക്കും ചെയ്യുക. പക്ഷേ സൂംബ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ഹാൻഡ്സിൻ്റെ മൂവ്മെൻറ്റ്, നമ്മുടെ ലെഗിൻ്റെ മൂവ്മെൻറ്റ് അതിൽ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. രണ്ടും എനിക്ക് ഒരുപോലെ ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം ഞാനിപ്പോൾ എൻ്റെ ഡെലിവറിക്ക് ശേഷം ഞാനൊരു ഫിറ്റ്നസ്സിലേക്ക് തിരിഞ്ഞ സമയത്ത് ഐ എം നോട്ട് എ ജിം പേഴ്സൺ. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരു ശീലമുള്ള വ്യക്തിയേ അല്ല. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് എൻ്റെ 3ാമത്തെ കുട്ടിക്ക് ഇപ്പോൾ 1 വയസ്സായി. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഫിറ്റ്നസ്സിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് സൂംബ ആയിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ്ഡ് ആയത്. അപ്പോൾ സൂംബ എനിക്ക് അങ്ങനെ ഒരു കണക്ഷനാണ് സൂംബയായിട്ടുള്ളത്. അതായത് ഫിറ്റ്നസ് ഓറിയൻറ്റഡ് ആണ്. പാഷനായിട്ടുള്ള കണക്ഷൻ എനിക്കുള്ളത് ഡാൻസിലാണ്. അപ്പോൾ രണ്ടും എനിക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂൾ ലെവലുകളിൽ ഒരുപാട് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. കലോത്സവങ്ങളിലായാലും അങ്ങനെ ഒരുപാട് അതിലാണ് നേടിയിരിക്കുന്നത്. പിന്നീട് കോളേജിൽ വന്നപ്പോൾ ഒരു ബ്രേക്ക് വന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു ബ്രേക്ക് വന്നു. ഇപ്പോൾ 2ാമതും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി എനിക്ക് ഇനിയും ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്യണം എന്നുണ്ട്. എൻ്റെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. അതിനെ പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഐ വിൽ പെർസ്യൂ മൈ തിങ്. എൻ്റെ ഫാമിലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എന്നെ ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അതായത് ഇപ്പോൾ ഈ ഷൂട്ടാണെങ്കിലും എന്താണെങ്കിലും പോയി ചെയ്യാൻ പറഞ്ഞ് ഹീസ് റിയലി ഇൻ ടു ആർട്ട്. പുള്ളി ഒരു IT ബിസിനസ് ആണെങ്കിലും ആർട്ടിലേക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മയാണ് ചെറുപ്പം മുതൽക്കേ ഇവിടം വരെ, കല്യാണം കഴിയുന്നത് വരെ അമ്മയായിരുന്നു എൻ്റെ പിന്നാലെ നടന്ന് എല്ലാ കലോത്സവങ്ങളിലും കൊണ്ടുപോയി. ഒരുപാട് അമ്മമാരുണ്ടാവുമല്ലോ അങ്ങനെ. അപ്പോൾ അമ്മയാണ്. ഞാനിപ്പോൾ ഒരു ഡാൻസറാണ് ആവുന്നു എന്ന് ഞാൻ പറയുന്നുള്ളൂ. അത് തീരുന്നില്ലല്ലോ, അതിങ്ങനെ കിടക്കുവാണ് പഠിക്കാനും ഒക്കെ. അപ്പം നമ്മൾ എത്ര പഠിച്ചാലും അത് തീരുന്നു. ഞാനൊരു ടീച്ചറാണെങ്കിൽ പോലും ഞാൻ ഇപ്പോഴും ഡാൻസ് ക്ലാസ്സിന് പോകുന്നുണ്ട്, ഞാൻ ഇപ്പോഴും പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊരിക്കലും തീരുന്നില്ല, പഠിത്തം ഒരിക്കലും തീരുന്നില്ല. അപ്പോൾ എൻ്റെ ഫുൾ സപ്പോർട്ട് എൻ്റെ അമ്മയും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഭർത്താവുമാണ്. തമാശയായിട്ട് തോന്നുമായിരിക്കാം. ഫ്യൂച്ചർ പ്ലാൻസ് എനിക്ക് എന്തെങ്കിലും എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഈ ഒരു ഡാൻസിൻ്റെ ഇതിലേക്ക് കൊടുക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആർട്ട് ഫോം എന്ന് പറയണ്ട, ഉള്ള ഒരു ആർട്ട് ഫോമിനെ ഒരു കണ്ടംപററി ആക്കി മാറ്റാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു കോൺട്രിബ്യൂഷൻ ഇതിൽ കൊടുക്കണം എന്നുണ്ട്. നമ്മുടെ ആർട്ട് ഫോംസ്, നമ്മുടെ കേരളത്തിൻ്റെ ആർട്ട് ഫോം എന്ന് പറയുന്നത് മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടത്തിൽ ഒരുപാട് എനിക്ക് പഠിച്ച് പുറത്തെല്ലാം അത് കൊണ്ടുപോയി എക്സിബിറ്റ് ചെയ്യണം എന്നുണ്ട്. കാരണം നമ്മളുടെ ആർട്ട് ഫോം ഇപ്പോൾ
സത്യം പറഞ്ഞാൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ഭരതനാട്യം ആണെങ്കിലും മോഹിനിയാട്ടം ആണെങ്കിലും ആൾക്കാർക്ക് ഇപ്പോൾ കൂടുതലും വെസ്റ്റേൺ ആർട്ട് ഫോംസാണ് ഇഷ്ടം. ഇപ്പോൾ വെസ്റ്റേൺ ആൾക്കാർക്ക് ഇന്ത്യൻ ആർട്ട് ഫോംസും. അപ്പോൾ നമ്മളുടെ ആർട്ട് ഫോംസിനെ ഇന്ത്യൻ ആസ് എ ഹോൾ എനിക്ക് പ്രൊമോട്ട് ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അത് സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും.